ഹലോ, വെൽക്കം ബാക്ക്. SSLC എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്. അപ്പൊ ആ ഒരു പേടി സ്വപ്നത്തോടെയാണ് എല്ലാവരും 10ാം ക്ലാസ്സിലേക്ക് കയറുന്നത് തന്നെ. അപ്പൊ അവർക്ക് പഠിച്ചതും പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും. അപ്പൊ SSLCയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സാമ്പിൾ പേപ്പേഴ്സിനെയാണ്. നമ്മളൊരു 2-3 വർഷത്തെ സാമ്പിൾ പേപ്പേഴ്സ് മൊത്തം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ബോർഡ് എക്സാമിനൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ചാപ്റ്റേഴ്സിന്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് പകരം കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ SSLC എക്സാം ഫുൾ മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റുമായിട്ടാണ്. അതായത് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ഓരോ ചാപ്റ്ററിനും വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന് പകരം ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് എളുപ്പമായിട്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്, എത്ര മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ള ഒക്കെ ഒരു ക്ലിയർ ഐഡിയ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ ഒക്കെ അറിയാം. സെക്ഷൻ A 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ B എന്ന് പറയുന്നത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്ഷൻ C 3 മാർക്സിന്റെ, പിന്നെ സെക്ഷൻ D ഉണ്ട്, E ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ സെക്ഷൻ Aയിലും Bയിലും Cയിലും മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുള്ളൂ. Dയിലും Eയിലും റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെയധികം കുറവാണ്. അപ്പൊ നമുക്ക് സെക്ഷൻ Aയിലുള്ള MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ചോയ്സ് തന്നിട്ടുണ്ടാവും. അതിൽ കറക്റ്റ് ചോയ്സ് എടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ Aയിൽ തുടങ്ങുന്നത്. അതിൽ തന്നെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ചാപ്റ്റർ 1 ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, let A and B be two positive integers such that A equal to P cube into Q raised to 4 and B equal to P square into Q cube, where P and Q are prime numbers. If HCF of AB equal to P raised to M into Q raised to N and LCM of AB equal to P raised to R into Q raised to N, then M plus N into R plus S is equal to dash. നമ്മൾ M plus N into R plus S കണ്ടുപിടിക്കണം. HCFും LCMും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. HCF is the product of smallest power of each common prime factor in the numbers. അതായത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സിന്റെ ലീസ്റ്റ് പവേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. A P cube into Q raised to 4, B P square into Q cube. കോമൺ ഏതാ? P 2ലുണ്ട്, Q 2ലുണ്ട്. അപ്പൊ ഈ Pയും Q ആണ് കോമൺ. അതിന്റെ ലീസ്റ്റ് പവർ ആണ് HCF കാണുമ്പോൾ ഉപയോഗിക്കുക. അതായത് LCF എന്തായിരിക്കും? P സ്ക്വയർ. ഇവിടെ P ക്യൂബ്, P സ്ക്വയർ, ലീസ്റ്റ് ഏതാ? സ്ക്വയർ. P സ്ക്വയർ ഇൻറ്റു Q ക്യൂബ് ആണ് HCF വരുന്നത്. ഇനി LCM എന്ന് പറയുന്നത് it is the product of greatest power of each prime factor involved in the numbers. അതായത് ഇതിൽ വന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സിന്റെയും കോമൺ മാത്രമല്ല, പക്ഷെ ഇവിടെ രണ്ടും കോമൺ ആണ്. കോമൺ മാത്രമല്ല ചെക്ക് ചെയ്യേണ്ടത്. LCM കാണുമ്പോൾ എല്ലാ നമ്പേഴ്സിന്റെയും ഹയസ്റ്റ് പവർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ പിയുടെ ഹയസ്റ്റ് പവർ P ക്യൂബ്, ക്യൂവിന്റെ ഹയസ്റ്റ് പവർ Q raised to 4. അപ്പോ HCF is P square into Q cube, LCM of AB equal to P cube into Q raised to 4. But HCF എന്താണെന്ന് തന്നിട്ടുണ്ട്? P raised to M into Q raised to N. അപ്പൊ M എന്താ? M is 2. N എന്താ? Qന്റെ പവർ. Qന്റെ പവർ എന്താ? N is 3. എമ്മും എന്നും കിട്ടി. അതേപോലെ LCM is P cube into Q raised to 4 ആണ് നമുക്ക് കിട്ടി. ഇവിടെ LCM എന്താ തന്നിട്ടുള്ളത്? P raised to R into Q raised to S. അപ്പൊ R എന്ന് പറയുന്നത് Pന്റെ പവർ. Pന്റെ പവർ എന്താ? LCMലെ 3. R equal to 3 and S is equal to Qന്റെ പവർ, അതായത് 4. ഇപ്പൊ M അറിയാം, N അറിയാം, R അറിയാം, S അറിയാം. അപ്പൊ M plus N into R plus S ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. M plus N into R plus S, എമ്മിന് പകരം 2, എന്നിന് പകരം 3. 2 plus 3, 2 plus 3 എത്രയാ? 5 into R plus S. R is 3,
s is 4, 3 plus 4 is 7, 5 into 7 ആണ് m plus n into r plus s. 5 into 7 എത്രയാ? 5 into 7 is 35. So the answer is 35. So option C ആണ് correct answer. അപ്പോൾ LCM HCF വെച്ചിട്ട് ചോദിക്കുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ LCMഉം HCFഉം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അറിയണം. HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഓഫ് ലീസ്റ്റ് പവർ, HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ നമ്മൾ അവിടെ നോക്കുന്നത് ലീസ്റ്റ് പവർ ആണ്. ലീസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ, ലീസ്റ്റ് പവർ ആണ് HCF കാണുമ്പോൾ നോക്കേണ്ടത്. LCM ആകുമ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ അവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഹയസ്റ്റ് പവർ ആണ് നോക്കുന്നത്. അതും എല്ലാ ഫാക്ടേഴ്സും, കോമൺ മാത്രമല്ല എല്ലാ ഫാക്ടേഴ്സ്, ഈച്ച് ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ. ഇപ്പം നിങ്ങൾക്കറിയാം HCF എന്ന് പറഞ്ഞാൽ ഫാക്ടർ ആണ്. അപ്പൊ HCF എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറോ അതിന്റെ ചെറുതോ ആയിരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ ഈ കോമൺ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ലീസ്റ്റ് പവറും കോമൺ യൂസ് ചെയ്യുന്ന കാരണം എപ്പോഴും ചെറിയ വാല്യൂ ആയിരിക്കും HCF. LCM എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെക്കാട്ടി വലിയ നമ്പർ ആയിരിക്കും LCM എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഹയസ്റ്റ് പവർ ആണ് LCM നോക്കുന്നത്. ഹയസ്റ്റ് പവറും എല്ലാ ഫാക്ടറും നോക്കുന്നുണ്ട്. ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള, കോമൺ മാത്രമല്ല എല്ലാ ഫാക്ടേഴ്സും നോക്കുന്നുണ്ട്. അതിൽ ഹയസ്റ്റ് പവർ വന്നതാണ് നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ LCM HCFന്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ is if n is a natural number then which of the following numbers end with 0? n ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പർ? നമുക്കറിയാം സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 10, 20, 30, 40, 50 എക്സെട്ര, 100, 200 എക്സെട്ര, 1000 ഇതൊക്കെയാണ് സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പർ. സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾസ് ഓഫ് 10. അതായത് ഇതിലെപ്പോഴും 10 എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും രണ്ട് ഫാക്ടേഴ്സ് 2ഉം 5ഉം എപ്പോഴും ഇതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് പറയാം 10 എന്ന് പറഞ്ഞാൽ എന്താ? 10ന്റെ ടേബിൾസ് ആണ് ഈ സീറോയില് എൻഡ് ചെയ്യുന്നത്. 10ന് നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം? 2 into 5. അപ്പൊ ഈ 2ഉം ഈ 5ഉം എപ്പോഴും ഈ സീറോയിൽ എൻഡ് ചെയ്യുന്നതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്പർ നോക്കിയാൽ 3 into 2 to the power n. ഇതില് 2 ഫാക്ടർ ആണ്, 5 ഫാക്ടർ ആണോ? അല്ല. ബി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 2ഉം ഫാക്ടർ ആണ്, 5ഉം ഫാക്ടർ ആണ്. ഇനി സി നോക്കിക്കഴിഞ്ഞാൽ 6ഉം 2ഉം. 6ന് അഗെയിൻ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതിയാൽ 3 into 2. അപ്പൊ 3ഉം 2ഉം ആണ് ഇതിൽ ഫാക്ടേഴ്സ് വരുന്നത്. ഇവിടെ 5ഉം 3ഉം, 2 ഇല്ല. അപ്പൊ നമുക്ക് 2ഉം 5ഉം ഫാക്ടേഴ്സ് ആയിരിക്കും. എപ്പോഴും സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന് 2ഉം 5ഉം അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി is the correct answer. Next, third question is ratio of HCF to LCM of the least composite number and least prime number. HCF and LCM of least composite and least prime number. Least composite number എന്താ? We know prime numbers and composite numbers. Prime numbers എന്ന് പറയുന്നത് only 2 factors ഉള്ളതാണ്. ആൻഡ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പൊ 1ന് ആകെ ഒരു ഫാക്ടറേ ഉള്ളൂ. അപ്പൊ 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. പിന്നെ വരുന്നത് 2 എന്ന് പറയുന്നതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, 1ഉം 2ഉം. അപ്പൊ ലീസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2ഉം ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാ? 4 ആണ്. ഇനി നെക്സ്റ്റ് 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്പർ 3. 3ക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1ഉം 3ഉം. ഇനി വരുന്ന നമ്പർ 4. 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1, 2, 4. 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4ഉം ലീസ്റ്റ് പ്രൈം നമ്പർ 2. ഇനി ഈ HCF to LCM ഉള്ള റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. LCM of 2 and 4ഉം HCF of 2 and 4ഉം കണ്ടുപിടിക്കുക. അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. ഇനി LCM എന്താണ്? LCM കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂഷ്വൽ ടെക്നിക്ക് 2ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 into 1, 4ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 into 2 സ്ക്വയർ ആണ് പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത്. ഇനി ഹിയർ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലീസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ ഏതാണ്? 2. അതിന്റെ ലീസ്റ്റ് പവർ. സോ HCF is 2 and LCM is highest power of each factor. 2 square
4. അപ്പൊ എന്താണ് റേഷ്യോ വരുന്നത്? നമുക്കറിയാം HCF to LCM 2/4. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കിയാൽ 2ലും 4ലും ഏതാ കോമൺ? 2. അപ്പൊ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1:2. 2ൽ എത്ര 2 ഉണ്ട്? 1. 4ൽ എത്ര 2 ഉണ്ട്? 2. 1:2 ആണ് റേഷ്യോ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം HCF by LCM എന്ന് പറയുന്നത് എത്രയാ? 2/4. അപ്പൊ അതിന്റെ റേഷ്യോ 2ലും 4ലും ഏതാ കോമൺ? 2. ക്യാൻസൽ ചെയ്യാ 1/2. So HCF to LCM ratio is 1:2. So the option A is the correct answer, 1:2. So നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന 3 MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. LCM HCF കോൺസെപ്റ്റും പ്രൈം ഫാക്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റും യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 1 വേർഡിൽ അധികമായിട്ടും ചോദിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ 2 അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിൽ ഇപ്പോഴും എല്ലാവർക്കും കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഫസ്റ്റ് ചാപ്റ്ററിന് വരുന്ന അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ MCQs ഫസ്റ്റ് ചാപ്റ്ററിന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.